UDF-ൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെന്നും ആദ്യഘട്ട ചർച്ചകൾ മാത്രമാണ് കഴിഞ്ഞതെന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. സംഘടനാപരമായി പാർട്ടി ദുർബലമായ സീറ്റുകൾ പരസ്പര ധാരണയോടെ മാറുന്നത് മുന്നണിക്ക് ഗുണം ചെയ്യും. ഇക്കാര്യം കോൺഗ്രസ് മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷ. ഇരവിപുരത്തിന് പകരം കൊല്ലം സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചെങ്കിലും കോൺഗ്രസ് പ്രായോഗിക ബുദ്ധിമുട്ട് അറിയിച്ചതായും ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. സീറ്റിൻ്റെ ധാരണയിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ജാഥ ആരംഭിച്ചുകൊണ്ട് അതിൻ്റെ തിരക്കിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിരിയുകയാണ്. RSPക്ക് താരതമ്യേന ദുർബലമായ സംഘടനാ സ്വാധീനമുള്ള ചില മണ്ഡലങ്ങൾ മാറ്റിയെടുത്താൽ കോൺഗ്രസിന് അവിടെ മെച്ചപ്പെട്ട ഒരു മത്സരം കാഴ്ചവെക്കാൻ ഒക്കും എന്നുള്ള സതുദ്ദേശത്തിൽ മുന്നണിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ നിർദ്ദേശം വെച്ചത്. അതിനനുസൃതമായി കോൺഗ്രസ് പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു ഇരവിപുരത്തിന് പകരം കൊല്ലം കിട്ടണം എന്നുള്ള നിലയിലേക്ക് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ട് ആ കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. AV ജയശങ്കറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജയശങ്കർ, ഗുഡ് ഈവനിംഗ്. ഇതിൽ പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊല്ലത്തിന് പകരം ഇരവിപുരത്തിന് പകരം കൊല്ലം സീറ്റ് ചോദിച്ചതിൽ പ്രായോഗിക ബുദ്ധിമുട്ട് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. ഒപ്പം സംഘടനാപരമായി ദുർബലമായിട്ടുള്ള ചില സ്ഥലങ്ങൾ വെച്ചുമാറുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പക്ഷേ അതിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. അങ്ങനെ ഒരു നീക്കങ്ങൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു തീരുമാനമായിട്ടില്ല എങ്കിൽ പോലും അത് മനസ്സിലാക്കും കോൺഗ്രസ് എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു അല്ലേ? അതായത് UDF-ൽ കൃത്യമായി RSP ഉന്നയിച്ചതാണ് കൊല്ലം സീറ്റ് തങ്ങൾക്ക് വേണമെന്ന്. പക്ഷേ ആ കാര്യം ആദ്യഘട്ട ചർച്ചകളിൽ തന്നെ കോൺഗ്രസ് തള്ളി എന്നാണ് ഷിബു ബേബി ജോൺ ഇന്ന് പരസ്യമായി സമ്മതിക്കുന്നത്. അതായത് കൊല്ലത്ത് കോൺഗ്രസ് തന്നെ മത്സരിക്കും, ഈ സീറ്റ് RSPക്ക് വിട്ടുകൊടുക്കില്ല. അത് RSPയുടെ നേതാവായ ഷിബു ബേബി ജോൺ തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ഒപ്പം തന്നെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ചകളാണ് UDF-ൽ പൂർത്തിയായിട്ടുള്ളത്. തങ്ങൾക്ക് സംഘടനാപരമായി ദൗർബല്യമുള്ള സ്ഥലങ്ങൾ അത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീറ്റുകളിൽ നിന്ന് ഒരു മാറ്റം അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തങ്ങളിങ്ങനെ സീറ്റ് മാറ്റി ചോദിച്ചത് അത് UDF-ന്റെ മുന്നണിയുടെ മൊത്തത്തിലുള്ള കെട്ടുറപ്പിനും വിജയത്തിനും വേണ്ടിയാണ്. അക്കാര്യം കോൺഗ്രസിന് ഇത് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് മനസ്സിലാകുമെന്നാണ് ഷിബു ബേബി ജോൺ എന്തായാലും പറയുന്നത്. ഈ കോൺഗ്രസിന്റെ ഒക്കെ ജാഥയൊക്കെ തുടങ്ങിയ ഘട്ടത്തിലാണ് UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ താൽക്കാലികമായി ഇങ്ങനെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് വീണ്ടും സജീവവും ആ ഘട്ടത്തിൽ RSPക്ക് വേണ്ട ഒരു പരിഗണന ലഭിക്കുമെന്നൊരു പ്രതീക്ഷ എന്തായാലും ഷിബു ബേബി ജോൺ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് CPM ഈ RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ യോഗത്തിലൊക്കെ തന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കാര്യമായ ചില ചർച്ചകളൊക്കെ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ വിഷയത്തിലൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചില്ല. UDF-ൽ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ധാരണയായിട്ടില്ല. അതിലായതിനു ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. പക്ഷേ കൊല്ലം സീറ്റ് എന്തായാലും വിട്ടുതരില്ല എന്ന് കോൺഗ്രസ് അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുകയാണ്. ആദ്യഘട്ടത്തിലെ ചർച്ച കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും കോൺഗ്രസ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഷിബു ബേബി ജോൺ വ്യക്തമാക്കുന്നത്. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.